മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ റൂം തുറക്കാൻ പറ്റാഞ്ഞത് മഹാലക്ഷ്മി അകത്തുണ്ടായതുകൊണ്ടാണ് എന്ന് കരുതുന്നുണ്ട് നമ്മുടെ കരുണ. മഹാലക്ഷ്മി ജീവനോടെ ഉണ്ടെന്നല്ല, മരിച്ച ആത്മാവ് ആ റൂമിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് റൂം തുറക്കാൻ പറ്റാഞ്ഞെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അവളുടെ സംശയം ഉടനെ തന്നെ മുത്തശ്ശിയും പ്രതാപനെയും വിളിച്ചറിയിക്കുന്നു. അതോടെ അവർക്ക് ഭയമാകുന്നു. മോൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മോളുടെ കമലേശ്വരം വീട്ടിലേക്ക് പോകും. അവളുടെ ആത്മാവിനി മോഹിനിയെ കാണാനും വന്നതാണെന്നൊന്നും അറിയത്തില്ല. അതൊക്കെ കേട്ടിട്ട് കരുണ ആകെ അങ്ങ് പേടിക്കുന്നു. എന്തായാലും ഉണ്ണിയേട്ടൻ വരട്ടെ, ഞാൻ ഇന്ന് തന്നെ പോകുന്നു എന്നൊക്കെ പറയുന്നു. അതേസമയം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ പ്രതാപന് വേണ്ടിയിട്ട് ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടക്കുന്നുണ്ട്. കാലൊക്കെ നന്നായിട്ട് തിരുമ്മി ഉടയ്ക്കുമ്പോൾ നന്നായിട്ട് വേദനിക്കുന്നു. കാരണം അന്ന് മാർക്കോ കൊടുത്തതിൻ്റെ ആ ഒരു ചതവും വേദനയും ഒന്നും ഇതുവരെ അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല. ജസ്റ്റ് നടക്കാൻ തുടങ്ങി എന്നതിനപ്പുറം പ്രതാപൻ വീണ്ടും ശരീരം കൊണ്ട് ഓക്കെ ആയിട്ടില്ല. അങ്ങനെ പ്രതാപനെ പരിശോധിച്ച് നോക്കുന്ന ഡോക്ടർ കണ്ണിലൊക്കെ പിടിച്ച് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, രാത്രി ശരിക്കും ഉറക്കം കിട്ടുന്നില്ലേ? ഇല്ലേ വൈദ്യരെ? ഇല്ല, ഇവന് കുറച്ച് നാളും കൊണ്ട് ഇപ്പോൾ ഉറക്കമില്ല. കണ്ണടച്ചാൽ ഉടനെ ഏതെങ്കിലും ദുരാത്മാവിനെ സ്വപ്നം കാണുന്നു. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് വൈദ്യർ തിരിച്ച് നന്നായിട്ട് കുത്തി പറയുന്നുണ്ട്, ഏതെങ്കിലും പരിവൃതകളായ സ്ത്രീകളെ ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിനെ എത്ര മന്ത്രവും തന്ത്രവും വെച്ച് തളയ്ക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. അത് കേട്ട് മുത്തശ്ശിക്ക് ആകെ പേടിയാവുന്നു. മുത്തശ്ശിക്ക് ആ കാട്ടിലുള്ള ആ മന്ത്രവാദിയിലാണ് വിശ്വാസം. അയാൾ മന്ത്രം ജപിച്ച് കയ്യിൽ ചരടായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മഹാലക്ഷ്മിയുടെ ആത്മാവ് തങ്ങളുടെ അടുത്തേക്ക് അടുക്കില്ലെന്നാണ് വിശ്വാസം. എന്നാൽ വൈദ്യർ പറയുന്നത് കേട്ടിട്ട് ആകെ പേടിയാവുന്നു. എന്നിട്ട് മുത്തശ്ശി വൈദ്യരോട് പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടാളും ഇന്ന് വരെ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ആരെയും കൊലപ്പെടുത്തിയിട്ടുമില്ല. അപ്പം ഞങ്ങൾ പേടിക്കേണ്ട ആവശ്യം എന്തുവാ? പിന്നെ രാത്രി ഒറ്റയ്ക്കുള്ള പോക്കും വരക്കും ഒക്കെ അല്ലേ? ഇവൻ വണ്ടി പോയ സമയത്ത് എന്തോ ഒരു ദുരാത്മാവിനെയും കണ്ടു ഭയന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ കണ്ട ആത്മാവിൻ്റെ മരണത്തിന് കാരണക്കാർ നിങ്ങളല്ലെങ്കിൽ കണ്ടെന്ന് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പം പേടി കൂടുന്നു. എന്തായാലും അവർ കാരണമല്ലേ മഹാലക്ഷ്മി മരിക്കാൻ കാരണമായത്. അതുകൊണ്ട് മഹാലക്ഷ്മി തങ്ങളെ വെറുതെ വിടില്ലെന്ന് വൈദ്യരും പറയുന്നുണ്ട്, പറയാതെ പറയുന്നു. എന്തായാലും വൈദ്യരെ രാത്രി ഉറക്കത്തിനുള്ള മരുന്ന് വേണമെന്നൊക്കെ മുത്തശ്ശി പറയുന്നു. അതും പ്രകാരം വൈദ്യർ ചില മരുന്നുകളൊക്കെ കുറിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വൈദ്യർ പറയുന്നുണ്ട്, പ്രായമൊക്കെ ആയില്ലേ, ഇനി നല്ല വിചാരവും ചിന്തകളും മാത്രമേ മനസ്സിലുണ്ടാകാവൂ, അപ്പോഴേ എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറിക്കോളും എന്ന് പറയുമ്പോൾ ഇനി അങ്ങനെയുള്ള വൈദ്യരെയെന്ന് മുത്തശ്ശിയും പറയുന്നു. എന്നിട്ട് വൈദ്യരങ്ങ് പോയതിന് ശേഷം പ്രതാപം പറയുന്നുണ്ട്, ദേ അമ്മേ, എനിക്ക് ഇയാളുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അയാൾ എന്തോ മനസ്സിൽ അറിഞ്ഞു വെച്ച് കുത്തി പറയുന്നത് പോലെ. ആന്നടാ പ്രതാപ, ആദ്യ ദിവസം വന്നപ്പം മുതൽ ഇയാളുടെ വർത്താനം അങ്ങനെ ആയിരുന്നു. ഇനി കണ്ണനും മഹാലക്ഷ്മി ഇവിടുത്തെ സ്ഥിരം പേഷ്യൻ്റ് അല്ലേ, നമ്മളെക്കുറിച്ചൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും. മഹാലക്ഷ്മി ഇപ്പം കാണാനും ഇല്ലല്ലേ, നമ്മൾ കാരണമാണ് മഹാലക്ഷ്മിയെ കാണാതായെന്നുള്ള രൂപത്തിൽ ആ അനന്തവും കണ്ണനും കൂടി ചേർന്ന് ഇയാളൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാ ഇയാളിങ്ങനെ കുത്തി പറയുന്നത്. നേരം പ്രതാപം പറയുന്നു, ശരിക്കും എൻ്റെ നാക്കൊക്കെ ചൊറിഞ്ഞു വരുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും നിയന്ത്രണം വിട്ട് പറഞ്ഞു പോകുമെന്നാ എൻ്റെ പേടി. തൽക്കാലം പ്രതാപം ഒന്നും പറയണ്ട, നമ്മുടെ അല്ലേ ആവശ്യം. അയാൾ ഭയങ്കര പ്രഗത്ഭനാണെന്നല്ലേ ആ മന്ത്രവാദി ഉൾപ്പെടെ പറഞ്ഞത്. അതുകൊണ്ട് നിൻ്റെ അസുഖങ്ങളൊക്കെ ഭേദമായിട്ട് നല്ല 2 വർത്താനം കൊടുത്തിട്ട് തന്നെ നമുക്ക് പോകാം. അല്ലേലും എനിക്ക് അയാളോട് 2 സംസാരിക്കണമെന്ന് പ്രതാപനും പറയുന്നു. അതേസമയം മഹാലക്ഷ്മി റൂമിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഫുഡില്ല, ആകെ പെട്ട അവസ്ഥ. കരുണ പോയെങ്കിൽ മാത്രമേ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനും ആകൂ. ആ സമയത്ത് കണ്ണൻ പല തീരുമാനങ്ങളും എടുക്കുന്നു. താനില്ലാതായ ആ സമയം നോക്കി ഫിനാൻസിൻ്റെ അധികാരങ്ങളെല്ലാം കൈയടക്കാൻ വന്ന ഉണ്ണിയുടെ ആറ്റിറ്റ്യൂഡ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരെല്ലാം കൂടി ചേർന്ന് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, അതിൻ്റെ ആഘോഷത്തിന് കേക്ക് മുറിച്ച് വരെ സന്തോഷം പ്രകടിപ്പിച്ചിട്ട് ഇപ്പം പാവം എൻ്റെ മഹിയെക്കുറിച്ച് അപവാദങ്ങളും പറഞ്ഞുണ്ടാക്കുന്നു. അവൾ ആരോടൊപ്പം ഒളിച്ചോടി പോയതാണെന്നുള്ള രൂപത്തിൽ. ശരിക്കും പറഞ്ഞാൽ മേഘൻ്റെ അതേ സ്വഭാവമാണ് ഇപ്പോൾ ഉണ്ണിക്കും ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ ചില ഉറച്ച തീരുമാനങ്ങളൊക്കെ മാർക്കോയും അനന്തവും കണ്ണനും കൂടി ചേർന്ന് എടുക്കുന്നുണ്ട്. മഹാലക്ഷ്മി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നതിന് മുമ്പ് അവരെ വട്ടം ചുറ്റിക്കാനുള്ള ചില തീരുമാനങ്ങൾ. വീണ്ടും നമ്മുടെ മഹാലക്ഷ്മി പ്രേതാത്മാവായിട്ട് റെഡി ആകുന്നുണ്ട്. അതായത് മരിച്ച സമയത്ത് ഉടുത്ത അതേ സാരി വീണ്ടും ഉടുത്ത് ഇത്തവണ മുത്തശ്ശിയുടെയും പ്രതാപൻ്റെ അഹങ്കാരം തീർക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതും പ്രകാരം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ മാർക്കോ മഹാലക്ഷ്മി എത്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കരുണയും ഉണ്ണിയും വീട്ടിൽ നിന്ന് പോയതിന് ശേഷമാണ് അവർക്ക് നേരെ ചൊവ്വന് ഫുഡ് കഴിക്കാൻ പോലും ആയത്. അങ്ങനെ മുത്തശ്ശിക്കും പ്രതാപനും നല്ലൊരു തിരിച്ചടി കൊടുക്കുന്നുണ്ട്. ജീവനോടെ നിൽക്കുന്ന മഹാലക്ഷ്മിയെ കണ്ട് ആത്മാവാണെന്ന് കരുതി
ഭയന്നോടുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും തോമസ് വൈദ്യരും അയാളുടെ സഹായികളും മഹാലക്ഷ്മി മരിച്ചിട്ടില്ല, ജീവനോടുണ്ട്, ജീവനോടിരിക്കുന്ന മഹാലക്ഷ്മിയാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നതെന്നുള്ള കാര്യം തുറന്നു പറയുന്നില്ല. ആ നാടകത്തിന് അവരോടൊപ്പം തന്നെ അവരെല്ലാം ഒത്തുചേരുന്നു. അങ്ങനെ നല്ലൊരു തിരിച്ചടിയാണ് പ്രതാപനും മുത്തശ്ശിക്കും കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അല്പസമാധാനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി വന്ന അവർക്ക് ഉള്ള ആരോഗ്യം കൂടി പോയി കിട്ടുന്നു. അപ്പോൾ കാത്തിരിക്കാൻ ആ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.